വിസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് ട്രസ്റ്റാണ്. സോ നമ്മൾ എന്നും കാണുന്ന ഒരാളെ നമുക്ക് അത്രയും വിശ്വാസമായിരിക്കും. അവരെ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഒരു പ്രൊഡക്റ്റോ സർവീസോ അവരിൽ നിന്ന് വാങ്ങാൻ സന്തോഷം ഉണ്ടാവുള്ളൂ. എന്നും കാണുന്ന ആളല്ലേ. സോ വിസിബിലിറ്റി വിൽ ക്രിയേറ്റ് ട്രസ്റ്റ്. ട്രസ്റ്റിൽ നിന്നാണ് നമുക്കൊരു കൺവേർഷൻ വരിക. ഒരു കൺവേർഷൻ്റെ അകത്താണ് റവന്യൂ ഉള്ളത്. സോ സെയിൽസ് ഫോക്കസ് ചെയ്തുകൊണ്ടല്ല വിസിബിലിറ്റി നമ്മൾ കൊടുക്കേണ്ടത്. നമ്മുടെ പ്രൊഡക്റ്റിനെയോ സർവീസിനെയോ മുൻനിർത്തിക്കൊണ്ട് അത് വിസിബിൾ ആക്കുക. വിസിബിലിറ്റി ട്രസ്റ്റ് ബിൽഡ് ചെയ്യും. ട്രസ്റ്റ് നേരെ കൺവേർഷനിലേക്ക് പോകും. കൺവേർഷൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കലി സെയിൽ നടക്കാം. അതൊരു ഔട്ട്പുട്ടായിട്ട് അത് അതിൻ്റെ ബീയിങ് പ്രോസസ്സിൽ കിട്ടിക്കോളും. അതിൽ ഫോക്കസ് ചെയ്യണമെന്നില്ല. സോ ഇഫ് പീപ്പിൾ ഡോണ്ട് സീ യു ദേ വോണ്ട് ബൈ ഫ്രം യു. സോ മോസ്റ്റ് വിസിബിൾ ബ്രാൻഡുകളാണ് വിൻ ചെയ്യുക. ഇനി എവിടെ നമ്മളിൽ നിന്ന് ഒരു സാധനം വാങ്ങണമെങ്കിൽ, നമ്മുടെ ഒരു റെഫറൽ പാർട്ട്ണറായിട്ട് കൂടെ കൂടണമെങ്കിൽ നമ്മളെ ട്രസ്റ്റ് ചെയ്യണമെങ്കിൽ അവർ നമ്മളെ കാണണമെന്നുള്ളതാണ്. സോ മോസ്റ്റ് വിസിബിൾ ബ്രാൻഡുകളാണ് വിൻ ചെയ്യുക. ഇനി എവിടെ നമ്മൾ വിസിബിൾ ആകും എന്നുള്ളതാണ്. ഓരോ ബിസിനസ്സിൻ്റെ മോഡലുകൾക്ക് അനുസരിച്ചും അതിൻ്റെ വെക്കുന്ന സ്ഥലങ്ങൾ മാറും. ചിലത് സൂപ്പർ മാർക്കറ്റിൽ വെക്കേണ്ടി വരും, ചിലത് ഗ്യാരേജ്, പ്രീമിയം ഗ്യാരേജിൻ്റെ അകത്ത് വെക്കേണ്ടി വരും. സോ ഓരോന്നിൻ്റെയും ബ്രാൻഡ് വിസിബിലിറ്റി പ്ലാറ്റ്ഫോമുകൾ നിർണ്ണയിക്കണം. അതുവരെ നമ്മൾ പക്ക എന്ത് ചെയ്യണം, പഠിച്ച് നമ്മുടെ ബ്രാൻഡിനെ എവിടെ നമ്മൾ ഷോക്കേസ് ചെയ്യണമെന്ന് പഠിക്കണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളൊരു B2Bയോ B2Cയോ D2Cയോ ഫ്രാഞ്ചൈസിയോ അല്ലെങ്കിൽ ഏത് മോഡൽ ഓഫ് ബിസിനസ് നടത്തുന്നവരാവട്ടെ, ഈ സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ ഗൂഗിള്, അതുപോലെ വെബ്സൈറ്റ്, മറ്റ് മാർക്കറ്റ് പ്ലേസസ്, ഇന്ത്യ മാർട്ട് പോലെയുള്ള, അതുപോലെ തന്നെ ജസ്റ്റ് ഡാൽ പോലുള്ള മാർക്കറ്റ് പ്ലേസുകളിൽ നിർബന്ധമായിട്ടും പ്രൊഡക്റ്റ് ആവട്ടെ സർവീസ് ആവട്ടെ ലിസ്റ്റ് ചെയ്യണം. വിസിബിലിറ്റി കൂടും. സോഷ്യൽ മീഡിയ ഫ്രീ ആണ്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് ഫ്രീ ആണ്. എന്തിനാണ് നമ്മുടെ ബ്രാൻഡിനെ ഒരു 9 to 5 മണി വരെ പൂട്ടിക്കെട്ടുന്നത്? 5 മണിൻ്റെ ശേഷവും ബ്രാൻഡ് സംസാരിക്കട്ടെ. സോഷ്യൽ മീഡിയ ഓൺലൈനിൽ ഒരു ഓൺലൈൻ വെബ്സൈറ്റ് ബിൽഡ് ചെയ്ത് കൊടുക്കൂ. 24/7 അത് സംസാരിക്കും. വെബ്സൈറ്റിൻ്റെ അകത്തിൽ ഓരോ ബട്ടണുകളും ഓരോ സ്റ്റാഫാണ്. അതിൻ്റെ ഹെഡർ, അതിൻ്റെ ഫ്യൂട്ടർ, അതിൻ്റെ വാട്സപ്പിലേക്കുള്ള സിസ്റ്റം, അതിൻ്റെ ടെസ്റ്റിമോണിയൽസ്. സോ വെബ്സൈറ്റിൽ ഓരോന്നും നമുക്ക് എന്താണ്, ഓരോ സ്റ്റാഫുകളെ പോലെ വർക്ക് ചെയ്യും. അപ്പോൾ വിസിബിലിറ്റി കൂട്ടുക. അതുപോലെ ഗൂഗിളിൽ എങ്ങനെ ലിസ്റ്റ് ചെയ്യാം കാര്യങ്ങളൊക്കെ നമ്മുടെ ഫെലോ മെമ്പർ ഷിബിലുമായിട്ട് ഇങ്ങ് വന്നിരുന്നെങ്കിൽ അദ്ദേഹം പറഞ്ഞുതരും എങ്ങനെ ഗൂഗിളിൽ ലിസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഉള്ള ആളുകളുണ്ട്, ബട്ട് വിസിബിലിറ്റി ഒന്നുകൂടെ ബെറ്റർ ആക്കുക. 10 കൊല്ലം മുന്നേ 5 കൊല്ലം മുന്നേ തുടങ്ങിയ ബ്രാൻഡിനെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ വേണ്ട ഒരാൾ നമ്മൾ സെർച്ച് ചെയ്തിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ ആരുണ്ടാവുക? നമ്മളില്ലെങ്കിൽ പിന്നെ ആരുണ്ടാവും? അവിടെ കോമ്പറ്റീറ്റർ ഉണ്ടാവും. സോ ഡെഫിനറ്റ്ലി കസ്റ്റമർ ഒന്നല്ലെങ്കിൽ രണ്ടാമത്തെ മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് പോകും. സോ അത് കോമ്പറ്റീറ്റർക്ക് പോകുന്നുള്ളതാണ്. സോ ഡെഫിനറ്റ്ലി ഒരു കൺസിസ്റ്റൻറ്റോട് കൂടിയിട്ട് വേണം നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയ ആണെങ്കിലും അതുപോലെ ഗൂഗിളിലാണെങ്കിലും മറ്റു മാർക്കറ്റ് പ്ലേസുകളിലും ലിസ്റ്റ് ചെയ്യാനും വിസിബിൾ ആവാനും. വിസിബിലിറ്റി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിൻ്റെയൊക്കെ ഒരു പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ പല ഭാഗത്ത് നിന്നും ആളുകൾക്ക് കാണാം. കൊണ്ടോട്ടിയിൽ മാത്രമുള്ള ഷോപ്പ് ഒരു 10 കിലോമീറ്റർ റേഡിയസിൽ അത് വർക്ക് ചെയ്യുള്ളൂ. ഒരു ഓഫ്ലൈൻ സ്റ്റോർ 10 കിലോമീറ്റർ റേഡിയസിൽ വർക്ക് ചെയ്യുള്ളൂ. ബട്ട് അതിനെ നമ്മൾ മറ്റു മാർക്കറ്റ് പ്ലേസുകൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ, ഓൺലൈനിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ ഭയാനകമാണ്. എന്തും വിൽക്കാം നമുക്ക് ഇന്നത്തെ കാലത്ത്. 10 ലക്ഷം രൂപയുടെ പ്രീമിയം കാറ് വരെ നമ്മൾ ഓൺലൈനിൽ വിൽക്കുന്നുണ്ട് അല്ലേ മാനുക്ക? യെസ്. അതുപോലെ തന്നെ വീട്ടിലേക്ക് ബാത്റൂമിലേക്ക് ആവശ്യമായ ഡോർ കിറ്റ് ഓൺലൈനിൽ വിൽക്കുന്നുണ്ട് അല്ലേ ഫേസ്ക? തായ്ലൻഡ് പോലെയുള്ള മലേഷ്യ പോലെയുള്ള പാക്കേജുകൾ വിൽക്കുന്നുണ്ട്. എന്തും വിൽക്കാം എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള BTSകൾ, അതിൻ്റെ ക്വാളിറ്റി കാണിക്കുന്ന വീഡിയോ, ആസ് എ ഫൗണ്ടർ നിങ്ങൾ മുഖം കാണിച്ചുകൊണ്ട് അതോറിറ്റി ബിൽഡ് ചെയ്തുകൊണ്ട് സംസാരിച്ച് തുടങ്ങാം. നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്താണ്, സർവീസ് എന്താണ്, അത് വരുന്ന വഴികൾ, അതിനെക്കുറിച്ചുള്ള കഥകൾ, അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്യും. ഡെഫിനറ്റ്ലി അത് വിസിബിലിറ്റി കൂട്ടും. വിസിബിലിറ്റി നേരെ എങ്ങോട്ട് പോകും? ട്രസ്റ്റിലോട്ട് പോകും. ട്രസ്റ്റിൽ നിന്നൊരു കൺവേർഷൻ നടക്കും. കൺവേർഷൻ്റെ അകത്ത് ഡെഫിനറ്റ്ലി റവന്യൂ വരും, സെയിൽസ് നടക്കും എന്നുള്ളതാണ്. ഫോക്കസ് ചെയ്യാണ്ട് തന്നെ വർക്ക് ചെയ്താൽ മതി. അതൊരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടിക്കോളും. ഓക്കെ. അതുപോലെ കോമൺ മിസ്റ്റേക്സ് ഉണ്ട്. ഇത് ഒരു ദിവസത്തെ മാജിക് അല്ല കേട്ടോ. വിസിബിലിറ്റി എന്നുള്ളത് ഒരു ദിവസത്തെ മാജിക് അല്ല. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം. 1, 2, 3 ഡേ ബൈ ഡേ വ്യക്തമായ പ്ലാനിങ്ങോട് കൂടെ ചെയ്യണം. അതിൽ പൊസിഷനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൊസിഷനിങ് പാളിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് നമുക്ക് ഫയർ ബാക്ക് ചെയ്യും, തിരിച്ചടിക്കും എന്നുള്ളതാണ്. സോ നിങ്ങളുടെ ബ്രാൻഡിൻ്റെ വിസിബിലിറ്റി കൂട്ടും. ലോകമെമ്പാടും പറന്ന് നടന്ന് നിങ്ങളുടെ ബ്രാൻഡിൻ്റെ വിസിബിലിറ്റി ബിൽഡ് ചെയ്യൂ. ആൻഡ് ഓൾസോ ബിൽഡ് യുവർ ബ്രാൻഡ്
MJD, we build brands. Thank you.